ഇവള് ഞങ്ങളുടെ ലൂസി പെണ്ണാണ്. ലൂസി എന്നാണ് പേര്. അപ്പം ഇവള് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഒരു ഇതുണ്ട്, എത്ര ഡേയ്സ് ആയെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ സ്കാനിങ്ങിന് പോകുന്നത് പോലെ കൊണ്ടുപോയി. പക്ഷേ ഇവള് ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന്. ഇതുപോലെ നല്ല കുറേ കഷ്ടപ്പെട്ട് പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് ട്രിം ചെയ്തതും എന്താ പറയുക സ്കാൻ ചെയ്തതും ഒക്കെ. എന്താ പറയുക, അത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, ഇപ്പോൾ അവൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാനത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ചതാട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും, ഡെലിവറി കഴിഞ്ഞ് കുറേ വെച്ച് വലുതായാലേ ഞാൻ ക്യാറ്റിൻ്റെയും കിറ്റൻസിൻ്റെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യാറുള്ളൂ. അന്ധവിശ്വാസമായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതാണ് ഇത്. ഇതിനകത്ത് നമുക്ക് അവരുടെ പൊസിഷൻ, അവരുടെ ഹെഡൊക്കെ ഡോക്ടർ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. ക്യാറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര കുട്ടികളുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 2-3 ഒക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എണ്ണി പറയാമെന്നല്ലാതെ കറക്റ്റ് കൗണ്ട് അറിയില്ല. ഇവളെപ്പോഴും ഉള്ള ഡെലിവറിയിൽ ഒരു 5 കുട്ടികളുണ്ടാവും. അങ്ങനെയാണ് മിക്ക ഡെലിവറിയിലൊക്കെ 5 തന്നെ ഉണ്ടാവുള്ളൂ. 3 തവണ പ്രസവിച്ച് 3 തവണ 5 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഇടയിൽ അവർ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കേൾപ്പിച്ചു തരും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. സത്യം പറയാലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. അവർ പ്രസവിച്ച് കുട്ടികളെ കാണുമ്പോഴും ഒക്കെ ഭയങ്കര, പ്രസവത്തിൻ്റെ സമയത്ത് നമ്മൾ കൂടെ വേണം കേട്ടോ. വീട്ടിൽ തന്നെ ആയിരിക്കും പ്രസവിക്കുക. അപ്പം ചിലപ്പോൾ കുട്ടി പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ തന്നെ ഗ്ലൗസ് ഇട്ട് കുട്ടീനെ എടുക്കണം. പിന്നെ ഇവള് മറ്റേ ഇത് കട്ട് ചെയ്യില്ല, പൊക്കിൾക്കൊടി പ്ലാസ്റ്റിൻ്റെ കട്ട് ചെയ്യില്ല. അപ്പം നമ്മൾ തന്നെ വേണം ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യാൻ. പുതിയ ബ്ലേഡ് കേട്ടോ, കട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ പാല് കൊടുക്കില്ല പെയിനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പിടിച്ച് പാല് കൊടുക്കണം. കുട്ടികൾ പുറത്തേക്ക് വന്ന ഉടനെ തുടച്ച് വെക്കണം. ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിക്കാറുണ്ട്, തുടച്ചെടുക്കാറുണ്ട്. അമ്മേനെയും തുടച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് പ്രസവത്തിൻ്റെ സമയത്ത് ചെയ്യുക. അയ്യോ എനിക്കറിയില്ല, ഇവളുടെ ഡെലിവറി ടൈമിൽ ഒരു വൈകുന്നേരം 7 മണി മുതൽ പിറ്റേ